നമസ്കാരം. പള്ളിയിൽ മണിയടിക്കുന്നതും അമ്പലങ്ങളിൽ സുപ്രഭാതം വയ്ക്കുന്നതും മോസ്കുകളിൽ ബാങ്ക് വിളിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക വോള്യത്തിൽ ശബ്ദത്തിൽ വയ്ക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ സഹിച്ചൂടെ? നമ്മളുടെ ശരീരം എല്ലാം ഒരുപോലെ തന്നെയല്ലേ? നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളും രക്തക്കുഴലിലൂടെ ഓടുന്ന രക്തവും എല്ലാം നോക്കൂ. മുസ്ലിമിൻ്റെ രക്തം പച്ചയാണോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ്റെ രക്തം നീലയാണോ, ഹിന്ദുവിൻ്റെ രക്തം ചുവപ്പാണോ? ഒന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും BJP ആണെങ്കിലും അതുപോലെ ഏത് മതമാണെങ്കിലും ഒഴുകുന്ന രക്തത്തിൻ്റെ കളർ ഒരുപോലെ തന്നെ ആയിരിക്കും. അതുപോലത്തെ ഒരു സൗഹൃദം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ മതങ്ങൾ തമ്മിലായിക്കൂടാ? ഇപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലകളിലൊക്കെയാണ്, മലബാർ ഏരിയയിലാണ് ഇത് കൂടുതൽ വരുന്നത്. എന്താണെന്നറിയില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യസമര കാലത്ത് തന്നെ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അതിൽ ന്യായമായിട്ട് ചിന്തിക്കുന്ന മുസ്ലിംസാണുള്ളത്. അവർ മിതവാദികളാണ്. അവർ യഥാർത്ഥ മുസ്ലിംസാണ്. അവർക്ക് എല്ലാത്തിനെയും അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്. എന്ത് ചെയ്താലും ഈ ലോകത്തിൻ്റെ എത്ര കോടിക്കോടി ജനങ്ങൾ, ആഫ്രിക്കയിൽ നോക്കൂ, എന്തെല്ലാം ഗോത്രങ്ങളുണ്ട്. അവരെല്ലാം മരിച്ചു കഴിഞ്ഞങ്ങ് താഴെ തീയിൽ വീഴുകയാണോ നരകത്തിൽ? അല്ല. അവരൊരു വിശ്വാസത്തിൽ അവരങ്ങ് ജീവിക്കട്ടെ. ഏറ്റവും നല്ലതല്ലേ ഓരോന്നിലും ദൈവത്തിനെ കാണുക എന്നുള്ളത്? ഏത് ജീവിയിലും ഏത് ചരാചരങ്ങളിലും ദൈവത്തിനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ വ്യത്യാസം കാണിക്കുന്നത്? ഇപ്പോൾ കോൺഗ്രസ്സിന് UDFന് നല്ല രീതിയിൽ അവർ വിജയം നേടി. അതുപോലെ BJP നേടി. എന്തോ കർമ്മഫലമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അമ്പലത്തിൽ നിന്ന് കൊള്ളയടിച്ചത് എന്താണെന്നറിയില്ല. അതിന് കൂട്ടുനിന്ന ദേവസ്വം ബോർഡിൻ്റെ കൂടെ നിന്നതുകൊണ്ടോ എന്തോ LDFനൊരു തോൽവിയും ഉണ്ടായി. കാരണം അവരെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒന്നും ഇവിടെ നടന്നില്ല. അവരെ നാഷണൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. മലയാളികൾ കുറച്ചൊക്കെ പത്രമോ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളോ കാണുന്നതാണല്ലോ. അവർക്കും കുറേയൊക്കെ മനസ്സിലാവും. അതിൻ്റെ പ്രതിഫലനമായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇനി അടുത്ത് വരാൻ പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ UDF അവിടെ കിട്ടിയിടത്തൊക്കെ അതിൽ കൂടെ SDPI കടന്നു കയറി എന്നാണ് തോന്നുന്നത്, മുസ്ലിം ലീഗിൻ്റെ കൂടെ ചേർന്നുകൊണ്ട്. അതുകൊണ്ടായിരിക്കാം സുപ്രഭാതം വയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇനി നാളെ പാളയത്ത് വന്നിട്ട് പാളയം പള്ളിയിൽ മണിയടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വേറൊരു അമ്പലത്തിൽ വയ്ക്കാൻ പാടില്ല, മോസ്കിൽ വാങ്ക് വിളിക്കാൻ പാടില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അവരവരുടേതായിട്ടുള്ള മറ്റുള്ളവരുടെ ചെവിക്കും അവരുടെ ഉറക്കത്തിനും ഭംഗം വരാത്ത രീതിയിൽ എല്ലാ മതങ്ങളും ഒരുപോലെ വരട്ടെ. എനിക്ക് വാങ്കുവിളി കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരാറുണ്ട് കേട്ടോ. നമ്മുടെ സംസ്കൃതത്തിൽ ഈ നമ്പൂതിരിമാർ യജ്ഞത്തിനൊക്കെ മന്ത്രം പറയുന്നില്ലേ, അതേ ട്യൂണിലായിരിക്കും മിക്കവാറും വാങ്കുവിളിയും വരുന്നത്. അപ്പോഴും ഞാനൊന്ന് ദൈവത്തിനെ സ്മരിക്കാറുണ്ട്, എൻ്റെ പടച്ചവനെ എന്ന് വിളിക്കാറുണ്ട്. ആ മനസ്ഥിതി എല്ലാവർക്കും വന്നൂടെ? എൻ്റെ പടച്ചവൻ തന്നെയാണ് എൻ്റെ പരബ്രഹ്മവും എൻ്റെ പരമാത്മാവും എൻ്റെ പിതാവും ഒക്കെ അല്ലേ? എല്ലാം ഒന്നല്ലേ? നമ്മളൊക്കെ പലയിടത്താണോ പോകുന്നത്? ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു വീഴുന്നു. ഓരോ ദൈവങ്ങളും കൊണ്ടുവന്ന് അവരവരുടെ സ്വർഗത്തിലാണോ കൊണ്ടുപോകുന്നത്? അവരവരെ കർമ്മഫലം അനുസരിച്ചാണ് അവർ ദൈവത്തിൻ്റെ അടുത്തെത്തുന്നത്. ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ, അല്ലെങ്കിൽ നമുക്കെല്ലാം ഈ മുകളിലിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് മാത്രം ചെയ്യാൻ പറ്റുമോ? ഇല്ല, സഹമന്ത്രിമാർ വേണം. അതുപോലെ തന്നെ നമ്മൾ ദേവതാ സങ്കല്പങ്ങളും ഏഞ്ചൽസിനെയും അതുപോലെ മലക്കുകളെയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രവാചകന്മാർ വരുന്നു, അല്ലെങ്കിൽ അവതാര പുരുഷന്മാർ വരുന്നു. അത് ഭൂമിയിൽ എപ്പോഴാണോ അകൃത്യം ഉയർന്നു നിൽക്കുന്നത്, അധർമ്മം ഉയർന്നു നിൽക്കുന്നത്, അപ്പോഴാണ് ഈ പരമപുരുഷന്മാർ അല്ലെങ്കിൽ അവതാര പുരുഷന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ ഇവിടെ വരുന്നത്. അത് നന്നാക്കാൻ വേണ്ടി. അത് നിങ്ങൾക്കൊന്ന് ഓർത്തുകൂടെ? കാലങ്ങൾക്ക് മുൻപേ 2000, 5000 കാലങ്ങൾക്ക് മുൻപേ എഴുതി വെച്ചത് അവരവരുടെ നോളേജ് അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും. അതിലൊക്കെ മാറ്റം വരുത്തണ്ടേ? ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നല്ലോ. സയൻസ് അനുസരിച്ച് നമ്മൾ മാറണ്ടേ? ഭൂമി പരന്നതല്ല, ഉരുണ്ടതാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തു. ഹിന്ദുമതത്തിൽ ഒത്തിരി അബദ്ധങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ മനുവിൻ്റെ ഗ്രന്ഥം നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടോ? എങ്കിൽ സ്ത്രീകൾക്ക് ഇതിനൊന്നും പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഖുറാനിലാണെങ്കിലും കുറേയൊക്കെ മാറ്റാൻ വരുത്താൻ സമയമായി. പഴയ നിയമങ്ങളാണോ ക്രിസ്ത്യാനികളെല്ലാം പാലിക്കുന്നത്? അല്ല. അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് പിതാവിൻ്റെ പുത്രനായ യേശു അവതരിച്ചു. സ്വയം ബലി കൊടുത്ത് അടുത്തുള്ളവനെ സ്നേഹിക്കാനും അന്യനെ ഒരുപോലെ സ്നേഹിക്കാനും ക്രിസ്തു പഠിപ്പിച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ
ഇത് നോക്കിയാലും ഞാനെന്ന ഭാവം എൻ്റെ ഉള്ളിൽ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവനും ഞാനെന്ന് തോന്നണം എന്നാണ് എഴുത്തച്ഛൻ എഴുതി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജ്ഞാനപ്പാനയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ ഗ്രന്ഥങ്ങളിലും സ്നേഹിക്കാനാണ് ഖുറാനും പഠിപ്പിക്കുന്നത്. അതിനകത്തുള്ള ആയത്തുകൾ ചില കാര്യങ്ങൾ വേണ്ടാത്തതെടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് അതനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഷിർക്കായത് ഷിർക്കായിരിക്കട്ടെ, അത് കുഴപ്പമില്ല എന്നും പറഞ്ഞും കൊണ്ട് എല്ലാവരും ഈ ബാക്കി ജനങ്ങൾക്കിവിടെ ജീവിക്കണ്ടേ? ഒരു മതം ലോകം മുഴുവൻ ഭരിക്കുന്ന കാലം വരില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ കാലം മാറി, നമുക്കതിനനുസരിച്ച് നമുക്കും മാറ്റം വരണം. അപ്പോൾ ഒരേപോലെ പാളയത്തിൽ കാണുന്ന ആ സൗഹൃദം പോലെ തന്നെ തിരുവനന്തപുരം പാളയം എന്ന സ്ഥലത്ത് ക്രിസ്തുവിൻ്റെ പള്ളിയും അവിടെ മോസ്കും ഗണപതിയുടെ അമ്പലവും ഒക്കെ ഇരിക്കുന്നത് പോലെ തന്നെ സന്തോഷത്തോടെ സഹവർത്തിത്വത്തോടെ ജീവിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കേരളം വികസിക്കും. കേരളം വികസിക്കുന്നതിനൊപ്പം തന്നെ കേരളീയർക്ക് ജോലി കിട്ടും. കുട്ടികൾക്ക്, നമ്മുടെ കുട്ടികളല്ലേ, നമ്മുടെ കുട്ടികൾ വളർന്നു വരികയല്ലേ, അവരുടെ മനസ്സിൽ ക്രൗര്യവും അല്ലെങ്കിൽ സ്പർദ്ധയുമല്ല വളർത്തേണ്ടത്. ഏത് മദ്രസയിലാണെങ്കിലും സൺഡേ സ്കൂളിലാണെങ്കിലും അതുപോലെ ഹിന്ദുമത വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും മതസ്പർദ്ധയല്ല കൊടുക്കേണ്ടത്, മതസൗഹൃദം. മുസ്ലിം കുട്ടികൾ ഒരുമിച്ചിരിക്കുക, ക്രിസ്ത്യൻ കുട്ടികൾ ഒരുമിച്ചിരിക്കുക, ഹിന്ദു കുട്ടികൾ ഒരുമിച്ചിരിക്കുക, അങ്ങനെയൊന്നും വേണ്ട. അവരെ അടുത്തടുത്തിരിക്കട്ടെ, ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടട്ടെ. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ കാലത്ത് കേട്ടോ. അതുപോലെ ജീവിക്കട്ടെ. അപ്പോൾ എന്ത് സുന്ദരമായിരിക്കും അല്ലേ? എന്നെ ഇന്നും എനിക്ക് മോറൽ സപ്പോർട്ടും ഒക്കെ തരുന്ന എൻ്റെ മുസ്ലിം ഫ്രണ്ട്സാണ്. ഏറ്റവും കൂടുതൽ സത്യം പറയാൻ പറ്റും, ഹോമിയോ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച മുസ്ലിം സുഹൃത്തുക്കളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മോറൽ സപ്പോർട്ട് തരുന്നത്, എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ. അതുപോലെ തന്നെ ക്രിസ്ത്യൻസും ഹിന്ദുസും ഒരാരെയും എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ആ സൗഹാർദ്ദം ഇന്നും നിലനിർത്തിക്കൂടെ? എന്തിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നു? കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ.